നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. വിവാദങ്ങൾക്കൊടുവിൽ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റു. നിലവിൽ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാനായിരുന്ന അരുൺ രാജാണ് പുതിയ പ്രസിഡന്റ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സജി മാരൂറിനെതിരെ ഇടതുമുന്നണി ഉയർത്തിയ സ്വഭാവദൂഷ്യ ആരോപണങ്ങളെ തുടർന്നുണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കൊടുവിലാണ് നിലവിലെ പ്രസിഡന്റായിരുന്ന സജി മാരൂർ രാജിവെച്ച് ഒഴിഞ്ഞത്. ഇതിനെ തുടർന്നാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം വൈസ് പ്രസിഡന്റുമായ അരുൺ രാജ് അധികാരമേറ്റത്. ഐക്യകണ്ഠേനയാണ് അരുൺ രാജിന്റെ പേര് UDF തീരുമാനിച്ചതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മണ്ഡലം പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഡി ഭാനുദേവൻ പറഞ്ഞു. വികസന രംഗത്ത് സജി മാരൂരിന്റെ പാത പിന്തുടരുമെന്ന് അരുൺ രാജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തുടർച്ചയായി ഭരണങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലും വികസന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സജി മാരൂരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇനി പൂർത്തീകരണത്തിലേക്ക് എത്തുവാനുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയായിരിക്കും പഞ്ചായത്ത് അംഗങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു ശ്രമത്തിൻ്റെ ഫലമായുള്ള ഭരണം തന്നെ ആയിരിക്കും മുമ്പോട്ട് പോകുന്നത്. യാതൊരു സംശയം വേണ്ട. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധിയായി തന്നെ ഉണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിരിക്കും പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് പോകുന്നത്. സ്ഥാനാരോഹണ ചടങ്ങിൽ അഡ്വക്കേറ്റ് ഭാനുദേവൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സജി മാരൂർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിനി സുഗു, റജി പൂവത്തൂർ, കൃഷ്ണദാസ് കുറുമ്പകര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭാരവാഹികളായ രാമചന്ദ്രൻ ഉണ്ണിത്താൻ, മേരി തോമസ്, ശിവരാമൻ, ഷീല വിജയൻ, വിമലമ്മ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നിലവിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്വതന്ത്ര അംഗവുമായ സജിനി സുഗുവിനെ കൂട്ടുപിടിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള LDF ശ്രമം ഏനാദിമംഗലത്ത് പരാജയപ്പെട്ടതോടെയാണ് അരുൺ രാജിന് പ്രസിഡന്റ് പദം ഉറപ്പായത്. നിലവിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്വതന്ത്ര അംഗവുമായ സജിനി സുഗുവിനെ കൂട്ടുപിടിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള ഇടതുമുന്നണിയുടെ ശ്രമം ഏനാദിമംഗലത്തിൽ പരാജയപ്പെട്ടതോടെയാണ് അരുൺ രാജിന് പ്രസിഡന്റ് പദം ഉറപ്പായത്. ഒരംഗത്തിന്റെ പിൻബലത്തിലാണ് ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണം നിലനിർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സാമൂഹിക വളർച്ചയ്ക്കും രാഷ്ട്ര പുരോഗതിക്കും പുതുതലമുറയിൽ മതനിരപേക്ഷതയും ജനാധിപത്യ ബോധവും വളർത്തണമെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ കടയ്ക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കായുള്ള ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വളർന്നുവരുന്ന പുതുതലമുറയിൽ മതനിരപേക്ഷതയും ജനാധിപത്യബോധവും സന്നദ്ധ സേവനബോധവും വളർത്തിയെടുത്താൽ മാത്രമേ രാഷ്ട്രീയ പുരോഗതിയും സാമൂഹികമായ വളർച്ചയും നേടാനാകൂ എന്ന് MP NK പ്രേമചന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ വളരെ വിജയകരമായി നടപ്പാക്കാൻ കഴിയുമെന്ന് അഭിമാനിക്കാൻ വക നൽകുന്നതാണ് സ്റ്റുഡൻസ് പോലീസിംഗ്. രാജ്യത്തിന്റെ യൂണിറ്റി, രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി, രാജ്യത്തിന്റെ മതനിരപേക്ഷത, ഉയർന്ന ജനാധിപത്യബോധം, ഇതൊക്കെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയണമെങ്കിൽ, സ്വായത്തമാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വളർന്നു വരുന്ന പുതിയ തലമുറയിൽ മതനിരപേക്ഷ ബോധവും ജനാധിപത്യബോധവും സന്നദ്ധ സേവന ബോധവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്ര പുരോഗതി സാധ്യമാക്കാൻ കഴിയൂ, സാമൂഹ്യമായ വളർച്ച കൈവരിക്കാൻ കഴിയൂ. അതിന് ശാക്തീകരിക്കേണ്ടത് ഡോക്ടർ APJ അബ്ദുൽ കലാം തന്റെ പ്രഭാഷണങ്ങളിലും 5 വർഷം രാഷ്ട്രപതിയായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ സംബന്ധിച്ചത് ചർച്ച ചെയ്യുന്നത് കൗമാരപ്രായത്തിലുള്ള സ്കൂൾ കുട്ടികളുമായിട്ടാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശാക്തീകരിക്കേണ്ടത് വിദ്യാർത്ഥി സമൂഹത്തെയാണ്. ആ വിദ്യാർത്ഥി സമൂഹത്തിലാണ് അക്ഷരാർത്ഥബോധവും അതുപോലെ അധ്യയന നിലവാരവും ഒക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരേണ്ടത് ഈ വിദ്യാർത്ഥികളാണ്. അവരിലാണ് സാമൂഹ്യമായ ബോധം വളർത്തിക്കൊണ്ടുവരേണ്ടത്. സാമൂഹ്യ വീക്ഷണത്തോടുകൂടി പ്രശ്നങ്ങളെ സമീപിക്കാൻ കഴിയുന്ന ഉന്നതമായ മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ വളരണമെന്നുണ്ടെങ്കിൽ കേവലം സിലബസിലും കരിക്കുലത്തിലും പാഠഭാഗങ്ങളിലും പറഞ്ഞിട്ടുള്ളത് മാത്രം പഠിച്ചു തീർത്ത് മനഃപ്പാഠമാക്കി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിയതുകൊണ്ട് മാത്രം സമൂഹത്തിന് നന്മ ചെയ്യാൻ, സാമൂഹ്യമായ വളർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു പൗരനും കുട്ടിക്ക് കഴിയുന്നില്ല. അപ്പൊ നമ്മുടെ സാമൂഹ്യ വീക്ഷണം അത് ശാക്തീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ്, അതുപോലെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ വഴി വളരെ മെച്ചപ്പെട്ട ഒരു തലമുറയായി നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. ചടങ്ങിൽ ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായി. പ്രഥമാധ്യാപകൻ K ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ലത, ജില്ലാ പഞ്ചായത്ത് അംഗം ആനന്ദകുസുമം, PTA പ്രസിഡന്റ് V സുബലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ S ഗോപകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ RS ബിജു, വാർഡ് മെമ്പർ സന്ധ്യ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ S ബിന്ദു, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുജ, സീനിയർ അസിസ്റ്റന്റ് T ലിസി, CIB ഹരികുമാർ, ഗ്രേഡ് CV ഉണ്ണികൃഷ്ണൻ, CPO ഷിയാദ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇളമാട് രതീഷിന്റെ നേതൃത്വത്തിൽ സാമൂഹിക വിഷയത്തിൽ മുഖാമുഖവും
യോഗവും നടന്നു. ക്യാമ്പിൽ വിവിധ സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസുകളും നടക്കും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ സേവനം സാമൂഹ്യ സുരക്ഷയ്ക്ക് അനിവാര്യമെന്ന് കേരള സർവകലാശാല ജേർണലിസം ബോർഡ് ചെയർമാൻ എം വിജയകുമാർ. പത്തനാപുരം മാങ്കോട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളിലൂടെയാണ് പുതിയ കാലഘട്ടത്തിന്റെ സാമൂഹിക സുരക്ഷയെ നോക്കിക്കാണുന്നതെന്നും നേതൃപാടവവും ഉത്തരവാദിത്ത ബോധവുമുള്ളവരായാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ പ്രവർത്തിക്കുന്നതെന്നും എം വിജയകുമാർ പറഞ്ഞു. സംസ്ഥാനത്ത് രൂപീകരിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി ഇന്ന് നമ്മുടെ രാജ്യത്താകമാനം പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വടക്കേന്ത്യ സംസ്ഥാനങ്ങളാകെ തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിനും അത് അവരുടെ സംസ്ഥാനങ്ങളാകെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ആൾക്കാർ നമ്മുടെ സംസ്ഥാനം സന്ദർശിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അത് രാജസ്ഥാന്, ഉത്തർപ്രദേശ്, അങ്ങനെ പല സംസ്ഥാനങ്ങളും ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാങ്കോട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങിയ ത്രിദിന ക്യാമ്പിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ കൂടൽ പോലീസ് സ്റ്റേഷനിലെ ASI AS നജീബ് ഖാൻ അധ്യക്ഷനായി. ഒന്നാം ദിവസത്തെ ക്യാമ്പിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പരേഡ്, യോഗ, വ്യക്തിത്വ വികസന സെമിനാർ, പുസ്തക പാരായണം തുടങ്ങിയവയായിരുന്നു. മദ്യ, മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ വിപത്ത് എന്നിവയെ ആസ്പദമാക്കിയുള്ള ബോധവൽക്കരണവും നടന്നു. രണ്ടാം ദിവസത്തെ ക്യാമ്പ് സ്പെഷ്യൽ ബ്രാഞ്ച് SIയും സ്റ്റുഡൻസ് പോലീസ് നോഡൽ ഓഫീസറുമായ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. കോന്നി CI സജിമോൻ, കൂടൽ പോലീസ് ASI നജീബ് ഖാൻ, AS അനീഷ്, PTA പ്രസിഡന്റ് സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കൽ MSM അറബിക് കോളേജിൽ പ്രതിഭാ സംഗമവും സുവനീർ പ്രകാശനവും സെമിനാറും സംഘടിപ്പിച്ചു. കൊല്ലം MP NK പ്രേമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സനാതനമായ മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും പ്രാധാന്യം നൽകുന്ന ഇസ്ലാം സാമൂഹിക വെല്ലുവിളികൾ നേരിടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സനാതനമായ മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആ സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മഹത്തരമായ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ ആ വിശ്വാസ പ്രസ്ഥാനം ഈ സാമൂഹ്യ വെല്ലുവിളികളെ നല്ലതുപോലെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 18 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ അറബിക് അക്കാദമിക് രംഗത്തെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലുമായി കടയ്ക്കൽ MSM അറബിക് കോളേജ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കോളേജ് ക്യാമ്പസിൽ വരാനും കോളേജിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാനും അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ കോളേജിനെ സംബന്ധിച്ചും അതിനേക്കാൾ ഉപരിയായി ഡോക്ടർ MS മൗലവി അദ്ദേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി അടുത്ത് അറിയുന്ന ഒരാൾ എന്ന നിലയിൽ ഈ സ്ഥാപനത്തിന്റെ സതുദ്ദേശപരമായിട്ടുള്ള താല്പര്യത്തെ അങ്ങേയറ്റം വിലമതിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. ഡോക്ടർ M സുലൈമാൻ മൗലവി ചടങ്ങിൽ അധ്യക്ഷനായി. സെക്രട്ടറി S നിയാസ് സ്വാഗതം പറഞ്ഞു. MLA മുല്ലക്കര രത്നാകരൻ സുവനീർ പ്രകാശനം ചെയ്തു. മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ സമ്മാന വിതരണം നടത്തി. കൊല്ലം അറബിക് അക്കാദമി ഡയറക്ടർ MA സമദ്, ഫാദർ കോശി അലക്സാണ്ടർ, അഷ്ബി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. തുടർന്ന് രക്ഷകർതൃ സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടന്നു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുന്നല ശ്രീ നീലകണ്ഠപുരം ക്ഷേത്രത്തിൽ ഓണാഘോഷവും പ്രത്യേക പൂജകളും നടന്നു. ക്ഷേത്രമേൽശാന്തി മഹാദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികളും പ്രത്യേക പൂജകളും അത്തപ്പൂക്കളവും ഒരുക്കിയിരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ആത്മീയ ചടങ്ങുകളിലും ആഘോഷ പരിപാടികളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രമേൽശാന്തി മഹാദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി ബിജു തുണ്ടിൽ, K രാധാകൃഷ്ണൻ, P ശ്രീജിത്ത്, R ഗോപാലൻ, ജയചന്ദ്രൻ നായർ, സുഷകുമാരി, അനന്തകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല പരപ്പ ഡാമിന്റെ അതീവ സുരക്ഷാ മേഖലയിൽ ഇക്കോ ടൂറിസത്തിന്റെ അനധികൃത നിർമ്മാണം വിവാദമാകുന്നു. ഡാം ഷട്ടറിനോട് ചേർന്ന പ്രദേശത്ത് നിർമ്മാണം നടത്തിയവർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തേക്കും. പരപ്പാർ ഡാമിന്റെ ഷട്ടറിന് 100 മീറ്റർ അരികെ ഇക്കോ ടൂറിസം അധികൃതർ കുന്നിടിച്ച് നിരത്തിയതാണ് വിവാദത്തിനിടയാക്കിയത്. കുട്ടികൾക്ക് കളിക്കുളം സ്ഥാപിക്കുന്നതിനായി നിർമ്മാണ വസ്തുക്കൾ കൊണ്ടുപോകാനാണ് കരാറുകാർ കുന്നിടിച്ച് ഇവിടെ റോഡ് നിർമ്മിച്ചത്. ഈ പ്രദേശം ഡാമിന്റെ അതീവ സുരക്ഷാ മേഖലയായതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും ഇവിടേക്ക് ഇക്കോ ടൂറിസം സ്ഥാപിച്ച പ്രവേശന കവാടം അടയ്ക്കാനും കല്ലട ജലസേചന പദ്ധതി അധികൃതർ ഇക്കോ ടൂറിസം അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാമിന്റെ നിർമ്മാണ സമയത്ത് ഷട്ടറിനു താഴെയുള്ള പ്രദേശങ്ങൾ മണ്ണിട്ട് ഉറപ്പിച്ച സ്ഥലമാണ്. ഇവിടെയാണിപ്പോൾ അനധികൃതമായി ഇടിച്ചു നിരത്തിയിട്ടുള്ളത്. വഴി നിർമ്മാണത്തിനിടെ ഇവിടെയുണ്ടായിരുന്ന പൂന്തോട്ടവും ലക്ഷങ്ങൾ വിലയുള്ള ശില്പങ്ങളും തകർത്തിട്ടുണ്ട്. നാട്ടുകാർ വിറകിന് ചുള്ളിക്കമ്പ് ശേഖരിച്ചാൽ പോലും കേസെടുക്കുന്ന വനം വകുപ്പ് അധികൃതർ നിരവധി മരങ്ങൾ മുറിച്ചുമാറ്റുകയും മരങ്ങൾ പിഴുതെറിയുകയും ചെയ്തിട്ടുണ്ട്. വനം വകുപ്പിന്റെ അഞ്ചൽ റേഞ്ച് പരിധിയിൽ വരുന്ന ഈ പ്രദേശം KIP ലീസിനെടുത്തിട്ടുള്ളതാണ്. കല്ലട ജലസേചന പദ്ധതി ലീസിനെടുത്ത ഭൂമിയുടെ
പദ്ധതിയുടെ നടത്തിപ്പ് ഇക്കോ ടൂറിസത്തിനാണ്. നിയമപ്രകാരം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മറ്റ് വകുപ്പുകളുടേതടക്കം നിരവധി അനുമതികൾ കരസ്ഥമാക്കേണ്ടതുണ്ട്. സംഭവത്തെ തുടർന്ന് വനം വകുപ്പ് അഞ്ചൽ റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കരാറുകാർക്കെതിരെ കേസെടുക്കാനും നീക്കമുണ്ട്. എന്നാൽ ഇക്കോ ടൂറിസം കേന്ദ്രീകരിച്ച് വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും ഉദ്യോഗസ്ഥന്മാർ നിയന്ത്രണമില്ലാതെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുകയാണെന്നും ഡാമിന്റെ സുരക്ഷ പോലും വകവയ്ക്കാതെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തിവെക്കണമെന്നും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി സഞ്ജയ് ഖാൻ ആവശ്യപ്പെട്ടു. തെന്മല ഡാമിന്റെ വെള്ളം സംഭരിക്കുന്ന സ്ഥലത്ത് 100 മീറ്റർ പോലും അകലത്തിലല്ലാതെ വലിയ JCB ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ മണ്ണിടിച്ച് നടത്തിയിരിക്കുകയാണ്. ഇത് ഇവിടെ നടത്തുന്ന അനധികൃതമായ നിർമ്മാണ പ്രവർത്തനത്തിന് ഇക്കോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ KIPയും എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ബിനാമി കോൺട്രാക്ടറെ നിയമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഡാമിന് ബലക്ഷയം സംഭവിക്കുന്ന തരത്തിൽ മണ്ണിടിച്ചിലാണ് നടത്തിയിരിക്കുന്നത്. ഈ അനധികൃതമായ മണ്ണിടിച്ചിൽ നടത്തിയത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഉദ്യാനവും അതിൻ്റെ ഇവിടെ വരുന്ന സന്ദർശകർക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രതിമകളും ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് അത് JCB ഉപയോഗിച്ചുകൊണ്ട് തോണ്ടി എറിഞ്ഞ് അതിനെ നശിപ്പിച്ചുകൊണ്ട് പുതിയൊരു നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി തുടക്കം കുറിക്കുന്ന വളരെ അശാസ്ത്രീയമായ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ വലിയ കൃത്യവിലോപമാണ് നടത്തിയിട്ടുള്ളത്. ഈ ഡാമിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ഈ നടപടി ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ചു. അവർ ഇതിലെ ഇക്കോ ടൂറിസത്തെയും KIP ഉദ്യോഗസ്ഥരെയും ഇതിൻ്റെ ബിനാമി കോൺട്രാക്ടറെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇത് തുടർന്ന് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഡാമിൻ്റെ ബലക്ഷയം സംഭവിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുവാൻ ഈ ഇക്കോ ടൂറിസത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനായ ടൂറിസം വകുപ്പ് മന്ത്രിയും ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയെയും KIPയുടെ ജലസേചന വകുപ്പ് മന്ത്രിയെയും നേരിട്ട് കണ്ടു തന്നെ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുവാനാണ്. സംഭവത്തിൽ KIP അധികൃതർ പ്രാഥമിക അന്വേഷണം നടത്തി IDRB ചീഫ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല പരപ്പാർ ഡാമിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള സർവേ നടപടികൾ തുടങ്ങി. യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ ഫലം കണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ. ഡാമിൽ ഭൂകമ്പ മാപിനിയും സുരക്ഷാ ക്യാമറകളും സ്ഥാപിക്കുമെന്ന് IDRB ചീഫ് എഞ്ചിനീയറുടെ ഉറപ്പ്. അടുത്തിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ IDRB ചീഫ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നിവേദനം. പരപ്പാർ ഡാമിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയതായും തെങ്കാശി ജില്ലാ കളക്ടറും സംഘവും തെന്മല ഡാം രഹസ്യമായി സന്ദർശിച്ചതായും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഡാമിൽ സുരക്ഷാ ക്യാമറകളും ഭൂകമ്പമാപിനിയും സ്ഥാപിക്കണമെന്നും നിവേദനത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ചീഫ് എഞ്ചിനീയർ ഡാം സന്ദർശിക്കാനെത്തിയ വേളയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമുയർത്തുകയും ചീഫ് എഞ്ചിനീയറെ നേരിൽ കണ്ട് നിവേദനം നൽകുകയും ചെയ്തു. നിവേദനത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്ന് അന്ന് ചീഫ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയിരുന്നു. ഡാം പ്രദേശത്ത് ഭൂകമ്പമാപിനിയും സുരക്ഷാ ക്യാമറകളും സ്ഥാപിക്കാൻ അധികൃതർ ഇക്കഴിഞ്ഞ ദിവസം സർവേ നടത്തി. ഡാം പ്രദേശത്ത് ഭൂകമ്പമാപിനിയും സുരക്ഷാ ക്യാമറകളും സ്ഥാപിക്കാൻ അധികൃതർ കഴിഞ്ഞ ദിവസം സർവേ നടത്തിയിരുന്നു. മാത്രമല്ല, തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലാ കളക്ടർ ഡാം സന്ദർശിച്ചത് സംബന്ധിച്ച് അന്വേഷണം നടത്താനും തീരുമാനിച്ചതോടെയാണ് പ്രതിഷേധം ഫലം കണ്ടതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സഞ്ജയ് ഖാൻ പറഞ്ഞു. ഡാമിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണം. രണ്ടാമത്തത്, ഡാമിൽ ഏത് നിമിഷവും ഭൂകമ്പമുണ്ടാകാനുള്ള സാധ്യത ഉള്ള സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായും ഭൂകമ്പ മാപിനി സ്ഥാപിക്കണം. അതുകൂടാതെ ഡാമിൻ്റെ ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡാമിൻ്റെ വെള്ളം ഈ സമീപ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സമയം തുറന്നുവിടണം എന്ന ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. ഈ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ഡാമിൽ ഭൂകമ്പമാപിനി സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഡാമിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്നും അതുപോലെ ഡാമിൻ്റെ സുരക്ഷാ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടിയും ഏതാണ്ട് ആയിക്കഴിഞ്ഞു എന്ന് ബഹുമാനായ മഹാനുദേവൻ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എന്നെ നേരിട്ട് അറിയിക്കുകയും അതിൻ്റെ എസ്റ്റിമേറ്റും ബാക്കി കാര്യങ്ങളെല്ലാം സമർപ്പിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. ആര്യങ്കാവ് റെയിൽവേ മേൽപ്പാലത്തിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയായി. പാലം നിർമ്മാണം പൂർത്തിയാകുമ്പോൾ താഴ്ചയിലാകുന്ന കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യം.
പുതിയ മേൽപ്പാലത്തിന്റെ ഒന്നാം ഘട്ട കോൺക്രീറ്റിംഗ് ജോലികൾ കഴിഞ്ഞ മാസം പൂർത്തിയായിരുന്നു. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പഴയ മേൽപ്പാലത്തിന് സമീപത്ത് നിന്നും 200 മീറ്റർ നീളത്തിൽ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം വരെയാണ് പാലം നിർമ്മിക്കുന്നത്. ഇവിടെ പുതിയ പാലം വരുന്നതോടെ ചെക്ക് പോസ്റ്റിലുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും. എന്നാൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി ദേശീയപാതയ്ക്ക് സമീപത്തായി സ്ഥാപിച്ച കോൺക്രീറ്റ് ഭിത്തി സമീപത്തെ കടയുടമകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. 10 മീറ്ററോളം ഉയരമുള്ള കോൺക്രീറ്റ് ഭിത്തി കടകൾക്ക് മുന്നിൽ നിർമ്മിച്ചത് കാരണം ഇവർക്ക് റോഡിലേക്ക് പ്രവേശിക്കാനോ ഉപഭോക്താക്കൾക്ക് സ്ഥാപനങ്ങളിൽ എത്താനോ സാധിക്കുന്നില്ല. വാഹനയാത്രികരെയും ലോറി ഡ്രൈവർമാരെയും ലക്ഷ്യമാക്കിയാണ് ഇവിടെ വ്യാപാരികൾ കച്ചവടം നടത്തിയിരുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചതോടെ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നും ഇടുങ്ങിയ പാതയിലൂടെ നടന്നു വേണം കടകളിലേക്ക് എത്താൻ. പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇവിടുത്തെ കടകൾ റോഡിൽ നിന്ന് 10 മീറ്ററോളം താഴ്ചയിലേക്കാകും. ഇക്കാരണത്താൽ ഇവിടുത്തെ കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്തോ ബന്ധപ്പെട്ട അധികൃതരോ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ചിതറ വളവുപച്ചയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മാണം പുരോഗമിക്കുന്നു. നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ റൂറൽ എസ്പിയും സംഘവും സ്ഥലം സന്ദർശിച്ചു. വളവുപച്ച മാർക്കറ്റിന് സമീപത്താണ് പുതിയ പോലീസ് സ്റ്റേഷന് വേണ്ടി കെട്ടിടം സജ്ജീകരിച്ചിരിക്കുന്നത്. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ, പുനലൂർ ഡിവൈഎസ്പി എൻ എ ബൈജു, സിഐമാരായ വി ഹരികുമാർ, എസ് സജീദ്, എസ്ഐമാരായ എം എ ഖബീർ, സുദർശനൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരം അൻസർ, വാർഡ് മെമ്പർ പേഴിമൂട് സണ്ണി തുടങ്ങിയവർ എസ്പിയെ അനുഗമിച്ചു. കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതനുസരിച്ച് മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുമെന്ന് എസ്പി അറിയിച്ചു. വിസ്തൃതമായ കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ വിഭജിച്ചാണ് ചിതറയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ തുടങ്ങുന്നത്. ചിതറ ഗ്രാമപഞ്ചായത്തും കുമ്മിൽ ഇട്ടിവ ഗ്രാമപഞ്ചായത്തുകളുടെ കുറച്ചു ഭാഗങ്ങളും ചിതറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉൾപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ആര്യങ്കാവ് ഇടപ്പാളയത്ത് പന്നിയിറച്ചിയുമായി 3 പേരെ വനംവകുപ്പ് അധികൃതർ അറസ്റ്റ് ചെയ്തു. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. പിടിയിലായവരിൽ വനം സംരക്ഷണ സമിതി പ്രസിഡന്റ്. വാഹനമിടിച്ച് റോഡിൽ കിടന്ന പന്നിയെ പങ്കുവയ്ക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പന്നിയിറച്ചി പിടികൂടിയത്. ആര്യങ്കാവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പന്നിയിറച്ചിയും ഇടപ്പാളയം സ്വദേശികളായ 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. ഇമ്മാനുവൽ തോമസ്, മാത്യൂസ്, എ ടി ദേവസ്യ എന്നിവരെയാണ് പിടികൂടിയത്. ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. പിടിയിലായ എ ടി ദേവസ്യ ഇടപ്പാളയം വനസംരക്ഷണ സമിതി പ്രസിഡന്റ് കൂടിയാണ്. പന്നിയിറച്ചി പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് റേഞ്ച് ഓഫീസർ ജ്യോതിഷ് ജെ ഒഴക്കൽ ലൈവ് വാർത്തയോട് പറഞ്ഞു. ആര്യങ്കാവ് റേഞ്ചിൽ കിട്ടിയ രഹസ്യ വിവരം അനുസരിച്ച് എടപ്പാളയം സെക്ഷനിൽപ്പെട്ട ഒരു വീട്ടിൽ ഷെഡ്യൂൾ 3 പെടുന്ന കാട്ടുപന്നിയെ വീതം വെച്ച് പങ്കുവെക്കുന്നുവെന്ന രഹസ്യ വിവരം അനുസരിച്ച് വീട്ടിലെത്തി പരിശോധിച്ച് നമ്മൾക്ക് 3 പ്രതികളെ കാട്ടുപന്നിയുടെ എല്ലാ ഭാഗങ്ങളും അറുത്തു മാറ്റപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇടപ്പാളയം റേഞ്ച് ഫോറസ്റ്റർ എസ് സത്യപാൽ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എസ് സജീവ്, എസ് രാജേന്ദ്രൻ, ആർ രഞ്ജൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. തലവൂർ ഗ്രാമത്തെ ആവേശത്തിലാക്കിയ കബഡി മത്സരങ്ങൾ സമാപിച്ചു. കുരായിലെ വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു 2 നാൾ നീണ്ട കബഡി മേള സംഘടിപ്പിച്ചത്. 2 ദിവസം നീണ്ട മത്സരങ്ങളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലേതുമായി 28 ടീമുകളാണ് മാറ്റുരച്ചത്. വാശിയേറിയ പോരാട്ടങ്ങളിലൂടെ തമിഴ്നാട്ടിൽ നിന്നെത്തിയ സൂപ്പർസോണിക് ചെങ്കോട്ടയും രാജകാളി തൂത്തുക്കുടിയും സെമിയിൽ പ്രവേശിച്ചെങ്കിലും ഫൈനൽ കാണാതെ പുറത്തായി. കാണികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഫൈനൽ മത്സരത്തിൽ കല്ലുവാതുക്കൽ സഹൃദയ ക്ലബിനെ പരാജയപ്പെടുത്തി പുനലൂർ മൂർത്തി ക്ലബ്ബ് ട്രോഫി സ്വന്തമാക്കി. ആതിഥേയരെ 3 പോയിന്റുകൾക്കാണ് മൂർത്തി ക്ലബ്ബ് പരാജയപ്പെടുത്തിയത്. മികച്ച കളിക്കാരനുള്ള പുരസ്കാരം പുനലൂർ മൂർത്തി ക്ലബ്ബിലെ ക്യാപ്റ്റൻ അഖിൽ അശോകൻ സ്വന്തമാക്കി. ദേശീയ നിലവാരത്തിലുള്ള കബഡി കോർട്ടായിരുന്നു സംഘാടകർ ഒരുക്കിയിരുന്നത്. സായി ഇന്റർനാഷണലിലെ റഫറിമാരായിരുന്നു കളി നിയന്ത്രിച്ചത്. ഇടക്കാലത്ത് കബഡി മത്സരങ്ങൾക്ക് വേണ്ട പ്രാധാന്യം ലഭിച്ചിരുന്നില്ലെങ്കിലും ഗ്രാമങ്ങളിൽ നിലവാരമുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ച് കൂടുതൽ കരുത്തോടെ കബഡി എന്ന കായിക ഇനം തിരിച്ചുവരുന്ന കാഴ്ചയാണ് കുരായിലെ മത്സരത്തിലൂടെ വ്യക്തമായത്. മത്സരങ്ങൾക്ക് ശേഷം നടന്ന പൊതുസമ്മേളനവും സമ്മാനദാനവും കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഹിന്ദി സിനിമയിലെ താരങ്ങൾ, അഭിഷേക് ബച്ചനടക്കമുള്ള താരങ്ങൾ കബഡി ടീമുകൾ ഉണ്ടാക്കി സ്പോൺസർ ചെയ്യുകയാണ്. കബഡി എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശങ്ങൾ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും രസകരമായ
വിനോദമായി നമ്മൾ കളിച്ചിരുന്ന ഒരു കളിയാണ്. വളരെ കായിക ശേഷി ആവശ്യമുള്ള, നല്ല ബുദ്ധിയും ആവശ്യമുള്ള, ശ്വാസ നിയന്ത്രണം ആവശ്യമുള്ള ഒരു നല്ല കായിക വിനോദമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ പ്രദേശത്തെ കരുത്തുറ്റ യുവതി യുവാക്കൾക്കും കളിക്കാൻ പറ്റിയ ഒരു നല്ല കളിയാണ്. കാരണം വീണാൽ പരിക്കേക്കാതെ കളിക്കാൻ കഴിയുന്ന, ധൈര്യസമേതം കളിക്കാൻ കഴിയുന്ന മാറ്റ് വേണം, ഫ്ലോറിംഗ് വേണം, നല്ല കളിക്കളങ്ങൾ. കാരണം നമ്മൾ പണ്ട് ഒരുപാട് മൈതാനങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ ഫുട്ബോൾ കളിച്ചിരുന്നത് മണ്ണിലാണ്. ക്ലബ്ബ് പ്രസിഡന്റ് ദിൽജു പി മോഹനൻ അധ്യക്ഷനായി. സെക്രട്ടറി രാകേഷ് കുമാർ, ക്ലബ്ബ് അംഗങ്ങളായ ദിലീപ് കുമാർ, ദിബിൻ ടി എന്നിവർ സംസാരിച്ചു. ഇത് 2ാം തവണയാണ് ക്ലബ്ബ് അന്തർ സംസ്ഥാന കബഡിമേള സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം കുണ്ടയത്ത് പുന്നല സ്വദേശിയായ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ട്. പുന്നല തച്ചക്കോട് തുണ്ടിൽ വീട്ടിൽ കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന 34-കാരൻ സജു വർഗീസിനെയാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയോടെ തോടിന് സമീപത്തെ റബ്ബർ പുരയിടത്തിൽ മരം മുറിച്ചുകൊണ്ടിരുന്ന തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 2 മുതൽ സജുവിനെ കാണാനില്ലെന്ന് കാട്ടി മാതാപിതാക്കൾ പത്തനാപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. പുനലൂരിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് മൃതദേഹം കരയ്ക്കെത്തിച്ചത്. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. ജോർജ് വർഗീസ് അന്നമ്മ ദമ്പതികളുടെ മകനാണ്. സജു വർഗീസ് അവിവാഹിതനാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കാലവർഷക്കെടുതിയിൽ ദുരിതം നേരിട്ട കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ മഞ്ചള്ളൂർ മടക്കൽ നിവാസികൾക്കാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഖാൻ ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രദേശത്തുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയുണ്ട്. എന്നാൽ ഏറ്റവും രൂക്ഷമായ വെള്ളപ്പൊക്കത്തിന് വിധേയമായത് മഞ്ചള്ളൂർ, ഇവിടെ ഈ ക്ഷേത്രത്തിന് താഴെ ഉള്ള ഒരു 9 കുടുംബങ്ങളാണ്. പൂർണ്ണമായും അവരുടെ വീട് വെള്ളം കയറി പോവുകയും അവിടെ സാധനങ്ങൾ മുഴുവൻ വെള്ളം കയറി നശിക്കുകയുണ്ടായ ഒരു അവസ്ഥയുണ്ടായി. ഇവരെല്ലാം എങ്ങനെ ഓണം ആഘോഷിക്കുന്ന വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങളിവിടെ ഈ ഭാഗത്തുള്ള വാർഡ് മെമ്പറും ഞാനും, അതുപോലെ വിളയിലെ രാജസാറ്, അതുപോലെ അമ്പലത്തിന്റെ ക്ഷേത്രം, ഞങ്ങളെല്ലാവരും കൂടി ആണ് ഇവർക്ക് നല്ലപോലെ ഓണം ആഘോഷിക്കണം, ഒരു ഓണക്കിറ്റ് കൊടുക്കണമെന്ന ഒരു തീരുമാനമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നല്ലവരായ കുറച്ച് ആളുകളെ കണ്ട്, നമ്മുടെ നാട്ടിലെ ഇന്നും മനസാക്ഷി ഉള്ള ആളുകളുണ്ട്, മനസ്സ് മരവിക്കാത്ത ആളുകൾ ഇന്നും നമ്മുടെ പത്തനാപുരത്തുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സവിശേഷതയാണ് ഇവ കാണാൻ സാധിച്ചത്. അങ്ങനെ കുറച്ച് ആളുകളെ കണ്ട് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇങ്ങനൊരു കാര്യം സംഘടിപ്പിച്ചു. അവർക്ക് ആവശ്യമായ ഓണക്കിറ്റ് എല്ലാ സാധനങ്ങളും നോക്കിയിട്ടുണ്ട്. വളരെ ഏറ്റവും കൂടുതൽ ഒരുപാടുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഈ ആളുകൾക്ക് സന്തോഷമായിട്ട് ഓണം ഘോഷിക്കുന്നതിനുള്ള വളരെ സന്തോഷത്തോടുകൂടി ഇത് കൊടുക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം എൻ ശിവദാസൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായി. ഏതാണ്ട് 9 വീടുകൾ പൂർണ്ണമായും വെള്ളം കയറി നശിക്കുകയും അത്ര നാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ സാമഗ്രികളും നശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റേതായ ഒരു സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവർ വന്ന് വില്ലേജ് ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് വില്ലേജ് ഓഫീസർ ഇത് കണ്ട് പോയി എന്നുള്ളതല്ലാതെ താൽക്കാലികമായിട്ട് കുറച്ച് ആഹാര സാധനങ്ങൾ കൊടുക്കുകയും അങ്ങനെ പോവുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ധനസഹായം കിട്ടേണ്ടതാണ്. ഈ വീടുകൾ മൊത്തം വെള്ളം കയറി അതിന്റെ കട്ടയെല്ലാം പൊട്ടി, ഇതിന്റെ വാർപ്പെല്ലാം പൊട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മഠത്തിൽ ഭാഗത്തെ 10 കുടുംബങ്ങൾക്കാണ് കാലവർഷക്കെടുതിയിൽ നാശനഷ്ടം നേരിട്ടത്. കെടുതി നേരിട്ടവർക്ക് ഓണക്കാലത്ത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ ലഭ്യമാക്കിയത് ഏറെ ആശ്വാസകരമാണെന്ന് കോളനി നിവാസികൾ പറഞ്ഞു. രാത്രിയിലൊക്കെ വന്ന് വെള്ളത്തിന് സഹായിക്കുകയും സാധനം പറിക്കുകയും ഈ പെരുവെള്ളത്തിൽ കിടന്ന് ഇത്രയും ഞങ്ങൾക്ക് നല്ല സഹായം, ഒരു ഓണം ആഘോഷിക്കാൻ ഇത്രയും തന്നത് വളരെ സന്തോഷം. പ്രളയ ദുരന്തത്തിൽപ്പെട്ട 10ഓളം വീട്ടുകാർക്ക് ഓണവിഭവം ഉൾപ്പെടെയുള്ള എല്ലാവിധമായ സഹായ സഹകരണങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഫാത്തിമ ഖാനും വാർഡ് മെമ്പർക്കും വിളയിൽ രാജൻ സാറിനും പ്രത്യേകമായി മഞ്ചള്ളൂർ മഠത്തിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ കല്ലുവെട്ടാൻകുഴി യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. അവിട്ടം ദിനത്തിൽ വിവിധ കലാപരിപാടികളോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പ്രദേശത്തെ നിരവധി കുട്ടികൾ കലാപരിപാടികളിൽ പങ്കെടുത്തു. തുടർന്ന് വാർഡ് മെമ്പർ ഷിബുലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ നിർധനർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ തലവരം അൻസർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആനന്ദകുസുംബം, ക്ലബ്ബ് പ്രസിഡന്റ് ഷാൻ, ക്ലബ്ബ് അംഗങ്ങളായ പ്രവീൺ, മുഹമ്മദ് റാഫി, സജീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ.
വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.